Assalamualaikum. Welcome back to Rafi's Kitchen Lab. ഞാൻ ഇന്നിവിടെ ബീഫ് ഉലർത്തിയതാണ് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, പിന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണിത്. നല്ല അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും അല്പം കറിവേപ്പിലയും 5 ഏലക്കായ 2 ഗ്രാമ്പു ഒരു ചെറിയ പീസ് പട്ട എന്നിവ ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം. ഈ തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ മസാലപ്പൊടികളായ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയെല്ലാം വറവായി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറാവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ട് തണുക്കാൻ മാറ്റി വെക്കാം. ശേഷം നമുക്കിത് അല്പം വെള്ളം ചേർത്ത് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കർ ചൂടായി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് സവാളയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റി വെച്ച വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച 500 ഗ്രാം ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 കപ്പ് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി മസാലപ്പൊടികളായ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇവയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇറച്ചിയിൽ നിന്നിറങ്ങുന്ന വെള്ളവും തേങ്ങ അരച്ച പേസ്റ്റും കൂടി ചേർത്തതാകുമ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. വിസിലെല്ലാം വെന്തു കഴിഞ്ഞു. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ബീഫെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ബീഫിലെ വെള്ളമെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബീഫ് ഉലർത്തിയത് വേണ്ടത്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വറുത്ത് വെച്ച തേങ്ങ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. വറുത്ത തേങ്ങയാണ് ഈ ബീഫ് ഉലർത്തുന്നതിൽ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കുക്കറിലെല്ലാം കൂടി ഒരുമിച്ച് വേവിക്കുന്നത് കൊണ്ട് തന്നെ വേഗം ജോലിയും കഴിയും. പിന്നെ ഒന്ന് വറവിടേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരൊറ്റ ബീഫ് ഉലർത്തിയത് മതി ചോറുണ്ണാൻ. വേറൊരു ഉപ്പേരിയുടെയോ കറിയുടെയോ ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് തേങ്ങാച്ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ ബീഫ് ഉലർത്തിയതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായി ഞാൻ വരാം. അസ്സലാമു അലൈക്കും.